ഇനി ഇത്തിരി നാളികേര പാലെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ വിഷുക്കഞ്ഞി ഉണ്ടാക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ചെയ്യണേ. ഇതിൽ ഒരു നാളികേരം ഉണ്ട്, ഒരു നാളികേരം ചെറിയതുണ്ട്. ഇത് മുഴുവനായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ നാളികേരം ചെറിയതിൻ്റെ അകത്തേക്ക് ഞാനൊരു 250 ml വെള്ളം കൊള്ളുന്നൊരു ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് ചൂടുവെള്ളം, ഒരു ഇളം ചൂടാട്ടോ, അല്ലാണ്ട് നല്ല തിളച്ച വെള്ളമല്ല, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ചതച്ചിട്ട് വരാം. ഒരുപാട് കിടന്ന് അരയ്ക്കേണ്ട. 1-ാം പാലെടുക്കാനാണ് ഞാൻ പോണത്. ഇത് കണ്ടോ, നമ്മുടെ നാളികേരം ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് 1-ാം പാലെടുക്കാം. ഞാനിവിടെ ഒരു സോസ് പാൻ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഇരയുടെ തോർത്ത്, അല്ലെങ്കിൽ നാളികേരമൊക്കെ പിഴിയാനായിട്ടൊരു തോർത്ത് നനച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നനയ്ക്കണ എന്തിനാണെന്നറിയോ? നമ്മൾ എടുക്കണ ഈ നാളികേര പാലുണ്ടല്ലോ, അതുകൊണ്ട് ഈ തോർത്ത് നനഞ്ഞിട്ട് അത്രയും പാല് വേസ്റ്റ് ആവേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. എപ്പോഴും നാളികേര പാലെടുക്കാനായിട്ട് മൂത്ത നാളികേരം എടുക്കരുത്, കുറച്ച് പച്ചത്തേങ്ങ എടുക്കണം, എന്നാലേ നാളികേര പാൽ ശരിക്കും കിട്ടുള്ളൂ. മാക്സിമം പിഴിഞ്ഞോളൂ കേട്ടോ. ഇപ്പം നമ്മൾ 1-ാം പാൽ എടുത്തിട്ടുണ്ട്. ഇത് എത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 1.25 ഗ്ലാസ് ഉണ്ട്. അതായത് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുമ്പം 1.25 ഗ്ലാസ്സാണ് ഫ്രഷ് 1-ാം പാൽ കിട്ടിയത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് 2-ാം പാൽ എങ്ങനെ എടുക്കാൻ നോക്കാം. നമ്മൾ ആ തുണിയിൽ പിഴിഞ്ഞ നാളികേരില്ലേ, അതിന് വീണ്ടും ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനൊന്നും 3-ാം പാൽ എടുക്കാറില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ 3-ാം പാൽ എടുക്കുന്നുണ്ടെങ്കിൽ അധികം ബുദ്ധിമുട്ടിയിട്ട് പിഴിയേണ്ട കാര്യമില്ല. പക്ഷേ ഈ 3-ാം പാൽ എടുത്തിട്ട് വലിയ ഗുണമൊന്നുമില്ല. അതിനേക്കാളും വെള്ളം ചേർത്ത് വേവിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ഏത് റെസിപ്പിക്കും 2-ാം പാൽ മാത്രമേ എടുക്കാറുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ആ നാളികേരത്തിലേക്ക് ഒരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളൂ. നന്നായിട്ട് പറഞ്ഞാൽ കറിക്ക് അരയ്ക്കണ പോലെയല്ല, പാൽ ഇളകി വരാൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചോളൂ. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാനിൻ്റെ ഈ തോർത്ത് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം നാളികേരപ്പാൽ പിഴിഞ്ഞ തോർത്ത് ഒന്ന് അടിച്ചതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കിടന്ന് അരയ്ക്കുകയൊന്നും വേണ്ട, കാരണം ഇത് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അധികം അരയുമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഈ മിക്സിയിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് അതും ഇങ്ങോട്ട് ഒഴിച്ചെടുക്കാം. അപ്പം ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിയാം. ഞാൻ എൻ്റെ കുറേ റെസിപ്പികൾ നാളികേരപ്പാൽ ഒഴിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടായിരുന്നു എങ്ങനെയാണ് നാളികേരപ്പാൽ എടുക്കണമെന്ന് കൂടെ ഒന്ന് കാണിക്കുമെന്ന്. ഇപ്പോഴൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണ് നാളികേരപ്പാൽ എടുക്കലൊക്കെ. പക്ഷെ നമ്മൾ അത് മെനക്കെടാന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കണതാണ്. ഇപ്പോൾ നമ്മുടെ 2-ാം പാലായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. ഇതിപ്പോൾ ഏകദേശം ഈ ഗ്ലാസ്സിനൊരു 2.5 ഗ്ലാസ് പാലുണ്ട് ഇതിൽ. അപ്പം ഇതാണ് നമ്മുടെ 2-ാം പാലിൻ്റെ അളവ്. ഇനി നമുക്ക് വിഷുക്കഞ്ഞി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. ഈ നാളികേരപ്പൊടി ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ നാളികേരപ്പൊടിയില്ലേ, അത് ഉപയോഗിക്കുന്ന റെസിപ്പികളിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്നിവിടെ വിഷുക്കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത്. പാലക്കാട്ടുകാരുടെ വേറൊരു ഓത്തൻറ്റിക് റെസിപ്പി തന്നെയാണ് വിഷുക്കഞ്ഞി. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് ചെറുപയറും 1/4 ഗ്ലാസ് പുളിയവരയ്ക്ക എടുത്തിട്ടുണ്ട്. പുളിയവരയ്ക്ക എന്ന് പറയുന്നത് നമ്മുടെ അമരക്കയില്ലേ, അല്ലെങ്കിൽ അമരപ്പയർ എന്നൊക്കെ പറയുന്ന സാധനം. അത് തുറന്ന് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുള്ള മണിയില്ലേ, അത് ഉണക്കിയിട്ട് കിട്ടുന്നതാണ്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളുടെ അവിടെ വിഷുക്കഞ്ഞി ഉണ്ടാക്കാറ്. നമുക്കിത് രണ്ടും ഡ്രൈ ആയിട്ട് വറുത്തെടുക്കാം. ആദ്യം ഞാൻ ചെറുപയർ മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് അതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചെറുപയറൊക്കെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി അത്യാവശ്യം നല്ലൊരു മണമൊക്കെ ഇവിടെ വന്നു തുടങ്ങി. അപ്പം നമുക്ക് ഈ ലെവലിലുള്ള ചെറുപയറാണ് വേണ്ടത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചെറുപയർ വറുത്തതിൻ്റെ. ഇനി നമുക്ക് ഈ ചെറുപയറിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായിട്ട് ഞാൻ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ നമ്മുടെ പുളി അവരയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. തമിഴ്നാട്ടിൽ ഇതിന് മൊച്ചക്കൊട്ട എന്നൊക്കെയാണ് പറയുക കേട്ടോ. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ എല്ലാ ദിവസവും വിഷുവിനൊക്കെ ഞങ്ങൾക്ക് കണി കണ്ടു കഴിഞ്ഞാൽ രാവിലെ കിട്ടണത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയായിരിക്കും. വിഷുക്കണി കഴിഞ്ഞ് അതിലത്തെ ധാന്യങ്ങളൊക്കെ ചേർത്ത് തന്നെയുള്ളൊരു കഞ്ഞി. ലഞ്ചിന് സദ്യ ഉണ്ടാവും, പക്ഷേ വിഷുക്കഞ്ഞിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞങ്ങളുടെ
ബാല്യകാലത്തിലെ വിഷുവിൻ്റെ ഒക്കെ ഒരു ഓർമ്മ വരുന്നു ഈ മണമൊക്കെ വരുമ്പം. ഞാനൊന്നും ഇത് ഉണ്ടാക്കാറൊന്നുമില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണതിൻ്റെ ആ ഒരു മണവും ഗുണമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കളിച്ച് നടന്ന സ്ഥലങ്ങളും വീടുമൊക്കെ നന്നായിട്ട് ഓർമ്മ വരും. കാരണം ഗൾഫിലുള്ള സമയത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലാതെ ഇതൊന്നും ഉണ്ടാക്കാനായിട്ട് മെനക്കെടാറൊന്നുമില്ല. ഇപ്പോഴാണ് മനസ്സിലായത് പണ്ടൊക്കെ അമ്മമാരെത്ര, നമുക്കൊക്കെ ഇപ്പോൾ മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഉണ്ട്. അന്ന് അവർ വെറും ആട്ടുകല്ലിലും അമ്മിക്കല്ലിലൊക്കെയാണ് അതൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഓർക്കുമ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ആ ബാല്യം. അതുപോലെ നാളികേരപ്പാലെടുത്ത് ബാക്കി വരുന്ന നാളികേരം ഉണ്ടല്ലോ, അതിൽ കളറ് ചേർത്തിട്ട് പൂക്കളത്തിന് ഓണസമയത്ത് പൂക്കളം ഇടാനൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഉറുമ്പൊക്കെ വന്ന് പൂക്കളൊക്കെ അലമ്പാവും. പക്ഷെ അതും ഒരു ഓർമ്മയാണ്. നമ്മുടെ മൊച്ചക്കൊട്ട അല്ലെങ്കിൽ പുളിയവരയ്ക്കും ഒരുവിധമൊക്കെ വറന്നെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതും കൂടെ എടുത്ത് മാറ്റിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഒരു പ്ലേറ്റിൽ ഇങ്ങനെ ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ആറിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ട് ഒന്ന് തിരിച്ചിട്ട് വരാം. പണ്ടൊക്കെ അമ്മിക്കല്ലിൽ വെച്ചിട്ടൊന്ന് അരങ്ങി എടുത്തിട്ട് വരാമെന്ന് പറയും. അതായത് അരച്ചെടുക്കാനും പാടില്ല, ഒന്ന് പൊടിയാനേ പാടുള്ളൂ, ഫുള്ളായിട്ട് ചതച്ച് കിട്ടുന്ന പോലെ. അപ്പോൾ അതിനൊക്കെ അരങ്ങിയിട്ട് വരിക എന്നൊക്കെയാണ് വീട്ടിൽ പറയുക കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇവിടെ അമ്മിക്കല്ലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാറിക്കഴിഞ്ഞാൽ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇത് കണ്ടോ, മിക്സിയിലിട്ട് ഒന്ന് ഇങ്ങനെ ചതയ്ക്കാനും പാടുള്ളൂ. ശരിക്കും നമ്മൾ അമ്മിക്കല്ലിടുകയാണെങ്കിൽ എല്ലാം ചതഞ്ഞ് കിട്ടും. ഇതിന് മിക്സിയിലൊക്കെ ആകുമ്പം നമുക്ക് ചിലതൊന്നും ഇങ്ങനെ ചതയില്ല, കുഴപ്പമില്ല. പക്ഷെ അത് നമുക്ക് കഞ്ഞിയിലിട്ട് വേവുമ്പം ഒരു പ്രോബ്ലം വരില്ല കേട്ടോ. നമുക്കിനി ഇത് അരിയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് വേവിക്കാനിടാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി വെച്ച ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ അതിലേക്ക് ചേർക്കണത്. നമ്മൾ 1/4 ഗ്ലാസ് വീതം പയറും പുളിയവരക്കൊക്കെ എടുത്തില്ലേ, അതേ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പച്ചരിയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വിഷുക്കഞ്ഞി വെക്കാറ്. പച്ചരി ചേർത്തതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പൊടിച്ച ധാന്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 2-ാം പാല് അളന്നൊഴിക്കണം കേട്ടോ. 1 2 2.5 ഗ്ലാസ് പാല് ഞാനിവിടെ ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര പോരാ, നമുക്ക് ആക്ച്വലി ഒരു 3 ഗ്ലാസ്സെങ്കിലും വേണം. കാരണം 1/2 ഗ്ലാസോളം ധാന്യങ്ങളും ഉണ്ട്, 1 ഗ്ലാസ് അരിയും ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ ഇരട്ടിയെങ്കിലും പാല് ഒഴിച്ചാൽ, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഇത് വേവുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ബാക്കി 1/2 ഗ്ലാസ് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടെ 3 ഗ്ലാസ് വാട്ടർ ഉണ്ട് ഇതിൻ്റെ അകത്ത്, അതായത് നാളികേരപ്പാലും വെള്ളവും കൂടെ. ഇതിലേക്ക് നമ്മുടെ 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് 2 ധാന്യങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്കിത് തുറന്ന് വെച്ചിട്ട് വേവിക്കണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നമുക്ക് ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിവിടെ കുക്കറിൽ 1 വിസിലാക്കി എടുക്കാനാണ് പോണത്. കുക്കറിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസിൽ. അപ്പോൾ നമുക്കിനി 1 വിസിൽ കഴിഞ്ഞ് കാണാം. നമ്മുടെ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറക്കാൻ പോവാണേ. എല്ലാം വെന്തിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇത് കുക്കറിലല്ല കേട്ടോ വെക്കുക. ഞാനിത് എളുപ്പപ്പണിക്ക് വേണ്ടിയാണ് കുക്കറിൽ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ ഇത് തിളപ്പിച്ച് കൊടുക്കുമ്പോൾ ഇതൊന്ന് ലൂസായി കിട്ടും. ഇത് കഴിഞ്ഞ് നാളികേരത്തിൻ്റെ 1-ാം പാലൂടെ നമ്മൾ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ലൂസായിക്കോളും. നിങ്ങൾക്ക് വേണ്ട അളവിൽ അതിനെ ലൂസാക്കി എടുത്തോളൂ കേട്ടോ. നമ്മുടെ വിഷുക്കഞ്ഞി കുറച്ച് നേരം കിടന്ന് തിളച്ചിട്ടുണ്ട്. അടുക്കി പിടിക്കണ്ട, അതുകൊണ്ട് തന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിന് 2 പിടി നാളികേരം ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് പാല് ചേർക്കരുത്. നാളികേരത്തിൻ്റെ 1-ാം പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അടുപ്പ് കത്തിക്കണ്ട കേട്ടോ.
ഡെലീഷ്യസ് ആയിട്ടുള്ള വിഷുക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഇനി ഇതിൽ വേറെ ഒന്നും ചേർക്കില്ല. അപ്പം ഈ വിഷുവിന് നിങ്ങളും വിഷുക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറപ്പുണ്ട്. ചക്കപ്പുഴുക്കാണ് ശരിക്കുള്ള കോമ്പിനേഷൻ. അതുപോലെയുള്ള എന്ത് തരം പയർ പുഴുക്കോ വൻപയർ ചെറുപയർ കൊണ്ടൊക്കെ പുഴുക്കുണ്ടാക്കിയിട്ട് ഇഷ്ടമുള്ള ഏത് പുഴുക്കിൻ്റെ കൂടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇവിടെ കൊണ്ടാട്ടവും പപ്പടവും കൂട്ടി കഴിക്കാൻ പോവാണ്. കാരണം എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല, വേറെ റെസിപ്പീസൊക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യണ സമയത്ത് ഏതെങ്കിലും പുഴുക്കും കൂടെ ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ലോണം ഇഷ്ടപ്പെടും. ടേസ്റ്റി ആൻഡ് യമ്മി വിഷുക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. താങ്ക്